നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ദീപ്തി. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് ഈ ഓഡിയോയിൽ പരിചയപ്പെടാം. 69-ാം ഭേദഗതി 1991 ഡൽഹിക്ക് ദേശീയ സംസ്ഥാന പ്രദേശം എന്ന പദവി നൽകി. ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകിയത് 69-ാം ഭേദഗതി 1991. 71-ാം ഭേദഗതി 1992 കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. 71-ാം ഭേദഗതി 1992 പ്രകാരം കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. 73-ാം ഭേദഗതി 1992 പഞ്ചായത്ത് രാജ് ആക്ട് നിയമം എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 73-ാം ഭേദഗതി. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്. എന്നാൽ കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23-നാണ്. കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23-നാണ്. പഞ്ചായത്തി രാജിന് ഭരണഘടന സാധ്യത നൽകിയ ഭേദഗതിയാണ് 73-ാം ഭരണഘടനാ ഭേദഗതി. 11-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ആർട്ടിക്കിൾ 243A മുതൽ ആർട്ടിക്കിൾ 243O വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243A മുതൽ 243O വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു. 74-ാം ഭേദഗതി 1992 നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭേദഗതിയാണ് 74-ാം ഭേദഗതി. നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭേദഗതിയാണ് 74-ാം ഭേദഗതി. ആർട്ടിക്കിൾ 243P മുതൽ 243ZG വരെ ഭാഗം 9 കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243P മുതൽ 243ZG വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു. 12-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 12-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1993 ജൂൺ 1-നാണ്. മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1993 ജൂൺ 1. കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1994 മെയ് 30-നാണ്. കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1994 മെയ് 30-നാണ്. 84-ാം ഭേദഗതി 2000 ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ലോകസഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026 വരെ തൽസ്ഥിതി തുടരാൻ വ്യവസ്ഥ ചെയ്തു. 84-ാം ഭേദഗതി 2000 പ്രകാരം ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ലോകസഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെ എണ്ണം 2026 വരെ തൽസ്ഥിതി തുടരാനായി വ്യവസ്ഥ ചെയ്തു. 86-ാം ഭേദഗതി 2002 പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതിയാണ് 86-ാം ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 6 വയസ്സു മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയും കുട്ടികളുടെ അവകാശവുമായി. 6 വയസ്സു മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയും കുട്ടികളുടെ അവകാശവുമായി. ആർട്ടിക്കിൾ 45 ഭേദഗതി വരുത്തി.
ആർട്ടിക്കിൾ 45 ഭേദഗതി വരുത്തി. ആർട്ടിക്കിൾ 51A ഭേദഗതി വരുത്തി 11ാമത് ആയി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. ഇതിനനുസരിച്ച് 6നും 14നും ഇടയ്ക്ക് വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയായി മാറി. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 ജൂൺ 4-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 ജൂൺ 4-നാണ്. എന്നാൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. 89ാം ഭേദഗതി 2003. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നിങ്ങനെ 2 പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിച്ചു. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നിങ്ങനെ 2 പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിച്ചു. 91ാം ഭേദഗതി 2003. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ 15% കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12 കുറയാനും പാടില്ല. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ 15% കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12 കുറയാനും പാടില്ല. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട ഒരു MP-യെ അല്ലെങ്കിൽ MLA-യെ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. 92ാം ഭേദഗതി 2003. ബോഡോ, ദോഗ്രി, മൈഥിലി, സാന്താളി എന്നീ 4 ഭാഷകളെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. ബോഡോ, ദോഗ്രി, മൈഥിലി, സാന്താളി എന്നീ 4 ഭാഷകളെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. 93ാം ഭേദഗതി 2005. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്കും സംസ്ഥാന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിന് വ്യവസ്ഥ ചെയ്തു. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കും സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിന് വ്യവസ്ഥ ചെയ്തു. 94ാം ഭേദഗതി 2005. പുതുതായി രൂപീകരിക്കപ്പെട്ട ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ ട്രൈബൽ വെൽഫെയർ മന്ത്രിമാരെ നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. പുതുതായി രൂപീകരിക്കപ്പെട്ട ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ ട്രൈബൽ വെൽഫെയർ മന്ത്രിമാരെ നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. 95ാം ഭേദഗതി 2009. ലോകസഭയിലും സംസ്ഥാന അസംബ്ലികളിലും പട്ടികജാതി പട്ടികവർഗ സംവരണം 2020 വരെയാക്കി ദീർഘിപ്പിച്ചു. ലോകസഭയിലും സംസ്ഥാന അസംബ്ലികളിലും പട്ടികജാതി പട്ടികവർഗ സംവരണം 2020 വരെയാക്കി ദീർഘിപ്പിച്ചു. 96ാം ഭേദഗതി 2011. ഭരണഘടനയുടെ 1ാം പട്ടികയിൽ ഒറീസ എന്നതിനു പകരം ഒഡീഷ എന്നാക്കി മാറ്റി. ഭരണഘടനയുടെ 1ാം പട്ടികയിൽ ഒറീസ എന്നതിനു പകരം ഒഡീഷ എന്നാക്കി മാറ്റി. 8ാം പട്ടികയിൽ ഒറിയ എന്നതിനു പകരം ഒഡിയ എന്നാക്കി മാറ്റി. 8ാം പട്ടികയിൽ ഒറിയ എന്നതിനു പകരം ഒഡിയ എന്നാക്കി മാറ്റി. 97ാം ഭേദഗതി 2011. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന തലക്കെട്ടോടുകൂടി ഭാഗം 9B ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന തലക്കെട്ടോടെ ഭാഗം 9B ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 19(1)C ഭേദഗതി ചെയ്തു. ആർട്ടിക്കിൾ 19(1)C ഭേദഗതി ചെയ്തു. 98ാം ഭേദഗതി 2012.
ആർട്ടിക്കിൾ 371 ഭരണഘടനയിൽ രൂപീകരിച്ചു. കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേക വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 371 ഭരണഘടനയിൽ രൂപീകരിച്ചു. കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേക വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. ഹൈദരാബാദ് കർണാടക പ്രദേശത്തിന് വേണ്ടി പ്രത്യേക വികസന ബോർഡ് രൂപീകരിക്കാൻ കർണാടക ഗവർണറെ ചുമതലപ്പെടുത്തി. 99 ഭേദഗതി 2014. 99 ഭേദഗതി 2014 ദേശീയ ജുഡീഷ്യൽ നിയമ കമ്മീഷനെ നിയമിക്കുന്നതിനു വേണ്ടിയാണിത്. ദേശീയ ജുഡീഷ്യൽ നിയമ കമ്മീഷനെ നിയമിക്കുന്നതിനു വേണ്ടിയാണ് 99 ഭേദഗതി 2014 കൊണ്ടുവന്നത്. നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2015 ഒക്ടോബർ 16 ഭേദഗതി നിയമം സുപ്രീം കോടതി റദ്ദാക്കി. നാഷണൽ ജുഡീഷ്യൽ നിയമ കമ്മീഷൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2015 ഒക്ടോബർ 16 ഭേദഗതി നിയമം സുപ്രീം കോടതി റദ്ദാക്കി. 100 ഭേദഗതി 2015 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് അഗ്രിമെന്റ് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭേദഗതി പാസാക്കിയത്. കരാർ പ്രകാരം 51 ബംഗ്ലാദേശ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുകയും ഇന്ത്യ 111 പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് വിട്ടു നൽകുകയും ചെയ്തു. 101 ഭേദഗതി 2016 ചരക്കു സേവന നികുതി GST ഭേദഗതി ബിൽ നമ്പർ 122. GST നടപ്പാക്കുന്നതിനുള്ള യൂണിയന്റെയും സംസ്ഥാനത്തിന്റെയും അധികാരത്തെക്കുറിച്ചുള്ള ആർട്ടിക്കിളാണ് 246A. GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 279A. GST നടപ്പിലാക്കുന്നതിനുള്ള യൂണിയന്റെയും സംസ്ഥാനത്തിന്റെയും അധികാരത്തെക്കുറിച്ചുള്ള ആർട്ടിക്കിളാണ് 246A. GST കൗൺസിലിനെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 279A. അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 269A. അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 269A. ഭേദഗതിയിലൂടെ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിളുകൾ 246A, 269A, 279A, 246A, 269A, 279A. ഒഴിവാക്കപ്പെട്ട ആർട്ടിക്കിളാണ് 268A. GST നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. രാജ്യസഭ പാസാക്കിയത് 2016 ഓഗസ്റ്റ് 3, ലോകസഭ പാസാക്കിയത് 2016 ഓഗസ്റ്റ് 8. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. രാജ്യസഭ പാസാക്കിയത് 2016 ഓഗസ്റ്റ് 3, ലോകസഭ പാസാക്കിയത് 2016 ഓഗസ്റ്റ് 8. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. നിലവിൽ വന്നത് 2017 ജൂലൈ 1. GST ബിൽ പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ആസാം. GST ബിൽ പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ. GST ബിൽ പാസാക്കിയ 16ാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ. 102 ഭേദഗതി 2018 ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 102 ഭേദഗതി. ആർട്ടിക്കിൾ 338B ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. ഭേദഗതി ബിൽ 123. 103 ഭേദഗതി 2019 മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിനും 10% സംവരണം അനുവദിച്ചു. 103 ഭേദഗതി 2019 മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിനും 10% സംവരണം അനുവദിച്ചു. ഭേദഗതി ബിൽ 124. ലോകസഭ പാസാക്കിയത് 2019 ജനുവരി 8. രാജ്യസഭ പാസാക്കിയത് 2019 ജനുവരി 9. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജനുവരി 12. നിയമം നിലവിൽ വന്നത് 2019 ജനുവരി 14.
ഭേദഗതി ചെയ്യപ്പെട്ട അനുച്ഛേദങ്ങൾ 15, 16. ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്ത്. രണ്ടാമത് നടപ്പിലാക്കിയ സംസ്ഥാനം ജാർഖണ്ഡ്. ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് യൂത്ത് ഫോർ ഇക്വാലിറ്റി. 104 ഭേദഗതി 2019. ലോകസഭയിലും സംസ്ഥാന അസംബ്ലികളിലും നിലവിലുണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. ലോകസഭയിലും സംസ്ഥാന അസംബ്ലികളിലും പട്ടികജാതി പട്ടികവർഗ സംവരണം 2030 വരെയാക്കി ദീർഘിപ്പിച്ചു. ആർട്ടിക്കിൾ 334 ഭേദഗതി വരുത്തി. ലോകസഭ പാസാക്കിയത് 2019 ഡിസംബർ 10. രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 12. ഭേദഗതി ബിൽ നമ്പർ 126. ബില്ല് അവതരിപ്പിച്ചത് രവിശങ്കർ പ്രസാദ്. 104 ഭേദഗതി 2019 ലോകസഭയിലും സംസ്ഥാന അസംബ്ലികളിലും നിലവിലുണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. ഭേദഗതി വരുത്തിയ ആർട്ടിക്കിൾ 334.